ഏവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മധ്യ കേരള ഡയസിസിലെ കുഞ്ഞാടുകൾക്കും വിശ്വാസികൾക്കും, അതിലും പ്രധാനമായ നെടുമങ്ങാട് സഭയിലുള്ള എനിക്ക് പരിചയമുള്ള സഭയാണ് നെടുമങ്ങാട്. അവിടെയുള്ള സഹോദരി സഹോദരന്മാർക്കും ബഹുമാന പുരസ്സരം ഈ ഉള്ളവൻ സമർപ്പിക്കുന്നത്. പ്രതിപാദ്യ വിഷയം മെത്രാൻ്റെ മൻ കി ബാത്ത്. മൻ കി ബാത്ത് എന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. മൻ കി ബാത്ത്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ മാസവും അവതരിപ്പിക്കുന്നതിന് സമാനമായി പ്രധാനപ്പെട്ട ആളുകൾ തിരുവായി മൊഴിയുമ്പോഴാണ് ഈ മൻ കി ബാത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മധ്യ കേരള മഹാ ഇടവകയുടെ സാരഥിയായ മലയിൽ മെത്രാൻ ഈ അടുത്ത കാലത്ത് നടത്തിയ മൻ കി ബാത്ത്, അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി അത് സംബന്ധമായ ചില ചിന്തകൾ പങ്കിടുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധമായ ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തത്. മെത്രാൻ മതിൽ ചാടി എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവം, അതിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് ബിഷപ്പ് തിരുമനസ്സുകൊണ്ട് തിരുവായി മൊഴിയുന്നത് കേൾക്കുമ്പോൾ ആ സംഭവത്തിന് ആധികാരികതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഈ സംഭവം ഉണ്ടാകുവാൻ അതിൻ്റെ പുറകിൽ വർദ്ധിച്ച മനോഭാവം എന്താണ് എന്ന് തിരിച്ചറിയാനും ഇടയാകും. അതുകൊണ്ട് തീർച്ചയായും മലയിൽ മെത്രാൻ്റെ ഈ പ്രസ്താവനകൾ കേട്ട് മനസ്സിലാക്കുവാൻ അല്പം സമയം നീക്കിവെക്കുന്നത് നഷ്ടമാകുകയില്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുള്ളതും കൊണ്ടാണ് ഇന്ന് രാവിലെ ഇട്ട വീഡിയോടനുബന്ധമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് അതിലെ വികാരങ്ങളെയും ആശയങ്ങളെയും ഒന്ന് സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നമുക്ക് ഇനിയും ബഹുമാനപ്പെട്ട മലയിൽ മെത്രാൻ്റെ വാക്കുകളിലേക്ക് പോകാം. സാധിച്ചു എന്നതേറെ സന്തോഷം. ഞാനങ്ങനെ പറയുവാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. രാവിലെ മുതൽ ഡയസസ് ഓഫീസിലെ നെടുങ്ങാടപ്പള്ളിയിൽ നിന്ന് കുറച്ച് ആളുകൾ, ഒരു 10-20 പേരുകാരിക്കും, പ്ലാക്കാർഡും ഒക്കെ ആയിട്ട് വന്ന് ബിഷപ്പിനെ വെളിവിടാതെ കാറൊക്കെ തടഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എന്റെ പേഴ്സണൽ സ്റ്റാഫും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം അവര് പറയുന്നത് എന്താണെന്നറിയാമോ, അച്ഛനെ ട്രാൻസ്ഫർ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, പ്ലാക്കാർഡ് പിടിച്ചാൽ അച്ഛന്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ആകുമോ? നെടുങ്ങാടപ്പള്ളിയെ പോലെ പ്രബുദ്ധതയുള്ള ആഠ്യതയുള്ള ഒരു ഇടവക, അവിടെ ആ ഇടവകയുടെ ഭാഗം തന്നെയായിരുന്നു തിരുമേനിയെ പോലെയൊക്കെ സംഭാവന ചെയ്ത ഒരു ഇടവക. അപ്പോൾ എന്താ ചെയ്യുന്നത്, അവര് നേരത്തെ ആപ്ലിക്കേഷൻ തന്നു. എങ്ങനെയാ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതുവരെ മലയിൽ മെത്രാൻ പറയുന്നത് ഈ സംഭവം, അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവം തികച്ചും ശരിയാണ്, അങ്ങനെ സംഭവിച്ചതാണ്. നെടുമങ്ങാട് CSI സഭയിലെ ചില ആളുകൾ, ഏതാണ്ട് 20ഓളം ആളുകൾ ഒരു ബസ് പിടിച്ച് തിരുമനസിൻ്റെ അരമനയിൽ വരികയും അദ്ദേഹത്തിൻ്റെ കാറ് ഉപരോധിക്കുകയും കതകിൽ തൊഴിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ കതകിൽ അടിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് വിശ്വാസികൾ ഒരു ബിഷപ്പിനോട് എപ്രകാരമാണ് ഇടപെടുവാൻ സാധിക്കുക എന്നത് ഏകദേശം ബോധ്യമുള്ളവരാണ്. സഹികെട്ട് ഇനിയും അല്പം പോലും സഹിക്കാൻ വയ്യ എന്നൊരവസ്ഥ വന്നാൽ മാത്രമേ CSI സഭകളിലുള്ള വിശ്വാസികൾ ഒരു ബിഷപ്പിനോട് ഇപ്രകാരം പ്രതികരിക്കുകയുള്ളൂ എന്നത് 100% ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാവുന്നതാണ്. നെടുമങ്ങാട് സഭയുടെ ഇപ്പോഴത്തെ ചുമതലയിരിക്കുന്ന തോമസ് പായിക്കാട് അച്ഛൻ ആ ചുമതല ഏറ്റിട്ട് 2 വർഷം മാത്രമേ ആയുള്ളൂ. ഒരു പുരോഹിതനെ നിയമിക്കുന്നത് 3 വർഷത്തേക്കാണ്. അങ്ങനെ അകാരണമായ ഒരു പുരോഹിതനെ ബിഷപ്പിൻ്റെ
തന്നിഷ്ടം മാത്രം അനുസരിച്ച് അവിടെ നിന്ന് അടർത്തി തിരുവനന്തപുരത്തേക്ക് വിടർത്തുവാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ആ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അവരോട് ഇപ്രകാരം ഒരു നടപടി എടുക്കുവാൻ കാരണം എന്താണ് എന്നറിയുവാൻ അവകാശമുണ്ട്. തീർച്ചയായും അവർ അത് തിരുമനസ്സിനെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഡിമാൻഡ് തികച്ചും പുച്ഛത്തോടെ ഇദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നത് തിരുമനസിന്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ വളരെ 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 വ്യക്തമാണ്. ഇനിയും അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ കൂടുതൽ വ്യക്തമാകും. വിശ്വാസികൾക്ക് പുല്ലുവില കൽപ്പിക്കുകയില്ല. ബിഷപ്പും എക്സിക്യൂട്ടീവും പാസ്റ്റൽ ബോർഡും ചെയ്യുന്നതിനെ പഞ്ചപുച്ഛമടക്ക് സ്വീകരിക്കുക മാത്രമേ വിശ്വാസികൾക്ക് സാധ്യമാകുകയുള്ളൂ. അവർക്ക് ഏതെങ്കിലും ഒരു വിശദീകരണം ലഭിക്കാനുള്ള യോഗ്യതയില്ല. ഏതെങ്കിലും വിധത്തിൽ അവർ നിലപാടെടുത്താൽ അത് മഹായിടവക അധികാരികൾ പൊറുക്കുകയില്ല. അവരെ പാഠം പഠിപ്പിക്കും, അവരെ മര്യാദ പഠിപ്പിക്കും എന്ന അധികാരത്തിൻ്റെ ഹുങ്കിൻ്റെ ഭാഷയിലാണ് നല്ല ഇടയനായ ഈ മെത്രാൻ തിരുവായ മൊഴിയുന്നത് എന്നതാണ് ഒരു തേർഡ് പാർട്ടി ഒബ്സർവർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാകുവാൻ ഇടയാകുന്നു. നമുക്കിനിയും ഇദ്ദേഹത്തിന്റെ അതുല്യമായ വാക്കുകൾ മുൻപോട്ട് മനസ്സിലാക്കി ആലോചിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഓഫീസേഴ്സുമായിട്ടിരുന്ന് ആലോചിക്കും. 4 ഓഫീസേഴ്സിൽ അവരുമായിട്ട് ആലോചിക്കും. അത് കഴിഞ്ഞ് പാസ്പോർട്ട് സെക്രട്ടറിയുമായിട്ട് ആലോചിക്കും, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യും. എന്നിട്ട് ഫൈനാൻസ് പാസ്പോർട്ട് ബോർഡിന്റെ സബ് കമ്മിറ്റിയും അംഗീകരിച്ച് ആ ലിസ്റ്റ് നമ്മൾ എന്നിട്ട് പാസ്പോർട്ട് ബോർഡിൽ സബ്മിറ്റ് ചെയ്യും. അതാണ് എക്സിക്യൂട്ടീവിലും പാസ്സായി പോകുന്നത്. അങ്ങനെ പാസ്സായ ഒരു ലിസ്റ്റ് 85 86 പേര് യൂഷ്വൽ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. 2 പേരുടെ കാര്യത്തിൽ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു എന്ന് പറയും. നമുക്ക് എല്ലാവരും 3 വർഷമായവരെ മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കത്തില്ല. ചിലരെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1 വർഷക്കാരെയും 2 വർഷക്കാരെയും ഒക്കെ ചില സമയങ്ങളിൽ മാറ്റും. എല്ലാ ബിഷപ്പുമാരുടെ സമയത്ത് മാറ്റുന്നു. ആരുടെ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. അച്ഛന്മാരെ എല്ലാം അന്യോന്യം അവരുടെ പള്ളികളും അവരുടെ കഴിവും അനുസരിച്ചൊക്കെ നമ്മൾ ക്രമീകരിക്കാൻ വേണ്ടി അപ്രകാരം ചെയ്യുന്നത്. തോമസ് പൈക്കർ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു അച്ഛൻ്റെ പോസ്റ്റിംഗ് സമയം പൂർത്തിയാകുന്നതിന് മുൻപ് യാതൊരു കാരണവും കാണിക്കാതെ അദ്ദേഹത്തെ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കെട്ടുകെട്ടിക്കുമ്പോൾ അത് ആരും ചോദ്യം ചെയ്യരുത്. അതിന് പല കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, അതിന് മുൻപുള്ള തിരുമേനിമാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വച്ഛാധിപതികളായി പ്രവർത്തിക്കുക, തന്നിഷ്ടം കാണിക്കുക, അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അത് മറ്റുള്ളവർ സഹിച്ചുകൊള്ളണം എന്ന നിലപാടാണ് തിരുമേനിമാർ പൊതുവെ എടുക്കാറുള്ളത്. അതുപോലെ താനും ചെയ്യുന്നു. പാരമ്പര്യം ഇങ്ങനെയാണ്. ജനം അടിമകളാണ്, അവർക്ക് ചോദിക്കാനും അറിയാനും അവകാശമില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാ അച്ഛന്മാരെയും ഒന്നുപോലെ ട്രീറ്റ് ചെയ്യാൻ സാധ്യമല്ല. ചിലരെയൊക്കെ 1 വർഷമാകുമ്പോൾ മാറ്റേണ്ടി വരും, ചിലരെയൊക്കെ 2 വർഷമാകുമ്പോൾ മാറ്റേണ്ടി വരും. മാറ്റേണ്ട എന്നാരും പറയുന്നില്ല. പക്ഷേ മാറ്റുമ്പോൾ അതിന് അടിസ്ഥാനമായ പരിഗണനകൾ എന്താണ്, കാരണം എന്താണ്, ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, അതിൻ്റെ പിറകിലുള്ള മാമാങ്കങ്ങൾ എന്താണ് എന്നറിയുവാൻ ജനത്തിന് അവകാശമുണ്ട്. യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം പായിക്കാടച്ഛനെ കാലാവധി തീരുന്നതിന് മുൻപ് അവിടുന്ന് മാറ്റണം എന്ന് തിരുമനസ്സും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും തീരുമാനിച്ചത് എന്ന് ഞാനൊരു ചെറിയ അന്വേഷണം നടത്തി. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അല്പം കൂടെ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഏതായാലും വളരെ ദുഃഖകരമായ നിരാശാജനകമായ ഒരവസ്ഥ സൃഷ്ടിച്ചു. എനിക്ക് നെടുങ്ങാടപ്പള്ളിയിലെ CSA സഭയുമായി
വൈകാരിക ബന്ധമുണ്ട്. ഞാൻ അവിടെ പോയ ഒരാഴ്ച മുഴുവനും കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. അവിടുത്തെ ആളുകൾ വളരെ നല്ല വ്യക്തികളാണ്. പക്ഷേ അവരാരുടെയും അടിമകളായി നിൽക്കുവാൻ താല്പര്യമുള്ളവരല്ല, അവർ ആത്മാഭിമാനമുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് അവരുടേതായ അവകാശങ്ങൾ എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ടും അവരെ തന്നെ വിലമതിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ, അത് മെത്രാനാണെങ്കിലും ആരാണെങ്കിലും, അടിമകളായി കഴിയുവാൻ മനസ്സില്ലാത്തവരാണ് എന്നത് എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് തിരുമനസ് അക്കിടിയിൽ ചെന്ന് പെട്ടുപോയത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു അച്ഛനെ അകാലത്തിൽ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനായി തീരുമാനമെടുത്തതിൻ്റെ പിറകൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. ആദ്യം തിരുമനസ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ സ്വന്തം മുറിയിലിരുന്ന് ധ്യാനിച്ച്, അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, ഇവനെ ഇവിടെ നിർത്തരുത്, നേരെ തിരുവനന്തപുരത്തോട്ട് ചാടിച്ചോണം. തിരുമനസ് അദ്ദേഹം മഹായിടവയുടെ ചില ഭാരവാഹികളുമായി സംസാരിച്ചു. അവർക്കത് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഒരു പാസ്റ്റർ ബോർഡിൽ അവതരിപ്പിച്ചു. പാസ്റ്റർ ബോർഡ് ഒന്നടങ്കം കൈയടിച്ചത് സ്വീകരിച്ചു. അവിടെ നിന്ന് എക്സിക്യൂട്ടീവിലോട്ട് പോയി. എക്സിക്യൂട്ടീവും അത് തീരുമാനിച്ചു, സമ്മതിച്ചു. ഇനിയും എങ്ങനെയാണ് ഇത് മാറ്റുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, സഭകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അനുഭവ പരിചയമുള്ള ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു മെത്രാൻ കൈകൊണ്ട് പെറുക്കിയെടുക്കുന്നവരാണ് ഈ ഭാരവാഹികൾ മുഴുവനും. മെത്രാന്റെ ചിങ്കിടികൾക്ക് മാത്രമേ മഹായിടവകയിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കയറി പറ്റുവാൻ സാധ്യമാകുകയുള്ളൂ. മെത്രാനെതിരെ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിക്ക് പോലും ഡയസസിൻ എക്സിക്യൂട്ടീവിലോ പാസ്റ്ററൽ ബോർഡിലോ 5 സെക്കൻഡ് ഇരിക്കാൻ സാധ്യമല്ല. അതിനകത്തേക്ക് പ്രവേശിച്ച് കാലൊന്ന് കുത്താൻ സാധ്യമല്ല. അപ്പോൾ മെത്രാൻ പറയുന്നത് മുഴുവനും അപ്പാടെ സ്വീകരിക്കുകയും അതിന് കൈയടിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടവുമായിട്ട് ആലോചിച്ച് തനിക്ക് തോന്നിയത് ചെയ്തു. അതിനെ ചോദ്യം ചെയ്യാൻ നെടുങ്ങാടപ്പള്ളിയുള്ള വിശ്വാസികൾക്ക് എന്താണ് ആ കാര്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇത് വാസ്തവത്തിൽ ഇതിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ നാം അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ആരുടെയെങ്കിലും ഉള്ളിൽ ചോരയുണ്ടെങ്കിൽ ചോര തിളയ്ക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മുൻപോട്ട് കേൾക്കാം. അതനുസരിച്ച് നെടുങ്ങാടപ്പള്ളിയിൽ നിന്ന് ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അദ്ദേഹം 2 വർഷമേ ആയുള്ളൂ അവിടെ. മഹായിടവയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ട്രിവാൻഡ്രം ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നന്നായി ഇംഗ്ലീഷും മലയാളവും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന, ആ പള്ളിയെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഇടവപ്പെട്ടക്കാരൻ ഉണ്ടാകണം. ഏതാണ്ട് 1200 കുടുംബങ്ങൾ ഒരു പള്ളിയാണ്. അതുകൊണ്ടാണ് തോമസ് പൈക്കടച്ചനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് പള്ളിക്കാർക്ക് 2 വർഷമേ ആയുള്ളൂ, മാറ്റരുതെന്ന് പറഞ്ഞു. ഇനിയും അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത്, തോമസ് പായിക്കാട് അച്ഛനെ തിരുവനന്തപുരത്തുള്ള ക്രൈസ്റ്റ് ചർച്ചിലോട്ട്, അവിടെ 1100 കുടുംബങ്ങളുള്ള വലിയ സഭയാണ്, അത് സന്ധിപ്പിച്ച് അത് കുഞ്ഞാടുകളെ മേയിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഇപ്പോഴതിൻ്റെ ചുമതലയിരിക്കുന്ന അച്ഛനില്ല. അവിടെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇപ്പോഴിരിക്കുന്ന അച്ഛനെ കൊണ്ടത് നടക്കത്തില്ല. തീരെ കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ സഭയുടെ ആശ്വാസത്തിനും ആ സഭയുടെ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു കടുങ്കൈ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പുറകിലുള്ള കളി എന്താണ് എന്ന് അധികം താമസിയാതെ വെളിയിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു സൂചന ഈ വീഡിയോയുടെ അവസാനം ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. സാധ്യമല്ല. കാരണം ഒരു ട്രാൻസ്ഫർ നമ്മൾ മാറ്റിയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവരുടെ ഒക്കെ മാനേജ് ചെയ്യുവാനാണ്. അതുമല്ല, അങ്ങനെ ഒരു കാര്യപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നാളെ ഈ പള്ളിയിൽ നിന്നും വരും, ഞങ്ങളുടെ അച്ഛനെ വേണ്ട വേറെ അച്ഛനെ മാറ്റി തരണമെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി കൊടുക്കാൻ നോക്കും. അങ്ങനെ അത് ബലം പ്രയോഗിച്ച് മാറ്റാൻ നോക്കുന്നതൊന്നുമല്ല ട്രാൻസ്ഫർ. അത് നടക്കത്തില്ല. അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട അങ്ങനെ ഒന്നും. അതുകൊണ്ട് നമ്മുടെ മഹായിടവയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അനുസരിച്ച് തന്നെയാണ് നമ്മളുമായി വന്ന് ഇപ്പോൾ തിരുമനസ് തിരുവായി മൊഴിയുന്നത് ബലം പ്രയോഗിച്ചൊന്നും മാറ്റാവുന്ന കാര്യമല്ല ട്രാൻസ്ഫർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളാരും മൊണ്ണങ്ങളല്ലല്ലോ. ബലം പ്രയോഗിച്ചല്ലയോ ഇദ്ദേഹം തോമസ് പായിക്കാട് അച്ഛനെ
അവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് പുകച്ച് ചാടിക്കുന്നത്. അല്ലാതെ തോമസ് പായിക്കാടച്ചൻ്റെ മനസ്സുണ്ടായിട്ടാണോ? ബലം പ്രയോഗിക്കുന്നത് പല വിധത്തിലാകാം. പ്രത്യക്ഷമായ ബലം പ്രയോഗിക്കാം, പരോക്ഷമായ ബലം പ്രയോഗിക്കാം. തിരുമനസിന് താല്പര്യം വന്നു തോമസ് പായിക്കാടച്ചനെ അവിടെ നിന്ന് അടർത്തണം. അതിനുള്ള തന്ത്രം നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു ഇതാണ് മാർഗം. അത് താൻ തന്നെ ചെയ്താൽ തടിക്ക് കേടാണ്. അതുകൊണ്ട് ഭാരവാഹികളെ അതിൽ ഉൾപ്പെടുത്തി, ഡയസസൻ കൗൺസിലിനെ ഉൾപ്പെടുത്തി, പാസ്റ്ററൽ ബോർഡിനെ ഉൾപ്പെടുത്തി. ഇതെല്ലാം ബിഷപ്പിന്റെ കയ്യിൽ കിടന്ന് കളിക്കുന്ന ആയുധങ്ങളാണ്. തിരുമനസ് നെടുങ്ങാടപ്പള്ളി CSI സഭയിലെ ആളുകൾക്കെതിരെയും അവരെ ആത്മാർത്ഥതയോടുകൂടെ സേവനം ചെയ്ത് സന്ധിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന തോമസ് പായിക്കാടച്ചനെതിരെയും ഉപയോഗിക്കുന്ന മിന്നിപ്പിച്ച വാളാണിത്. അക്രമം ആരംഭിച്ചത് തിരുമനസാണ്. അപ്പോൾ തിരുമനസിന് അക്രമം കാണിക്കാം. ജനം അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ്. അത് സഹിച്ചുകൂടാ. അക്രമം കാണിക്കാനുള്ള മൊണോപ്പൊളി എൻ്റെ കയ്യിൽ മാത്രമേ ആകാവൂ എന്നാണ് ഈ മനുഷ്യൻ ഒരു പള്ളിക്കകത്ത് നിന്ന് പറയുകയാണ്. അവിടെ ഇരിക്കുന്ന ഒരുത്തൻ പോലും തിരുമേനി പറഞ്ഞത് ശരിയല്ലല്ലോ, ഞങ്ങൾ മൊണ്ണകളല്ല, പറഞ്ഞത് വളരെ മണ്ടത്തരമാണ്, ഇതാരും കേൾക്കെ പറയരുത് എന്ന് ഒന്ന് എഴുന്നേറ്റ് പറയാൻ ചങ്കൂറ്റമുള്ള നട്ടലുള്ള ഒരു ക്രിസ്ത്യാനി പോലും അവിടെയില്ല. എല്ലാവരും വാ വിളിച്ചിരുന്ന് വിഴുങ്ങുകയാണ്. എന്നത് വളരെ ദുഃഖകരമാണ്. ഈ സംഭവത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഗൂഢാലോചനകളും താല്പര്യങ്ങളും കണക്കൂട്ടലുമെല്ലാം ഇദ്ദേഹം അറിയാതെ തന്നെ എൻ്റെ പ്രസ്താവനയിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മനോവികാരങ്ങളും സങ്കല്പങ്ങളും അധികാരത്തിന്റെ ആ തിമിർപ്പുമാണ്. നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ട് പോകാം. ബിഷപ്പിന്റെ വണ്ടി തടയുകയും ബിഷപ്പ് താമസിക്കുന്ന വീടിന്റെ കഥകിന് വന്ന് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു നമ്മളുടെ സംസ്കാരത്തിനും നമ്മളുടെ സഭയുടെ പാരമ്പര്യത്തിനൊക്കെ ചേരുന്നതാണോ? അപ്പോൾ എന്ത് സംഭവിച്ചതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പള്ളിയുടെ ഭാഗമായിരുന്നു ബിജു KG സാറിന്റെ വിവാഹമായിരുന്നു. സാറിന്റെ ആഗ്രഹമായിരുന്നു മഹേഡോ ബിഷപ്പ് ഒന്ന് കല്യാണം നടത്തി കൊടുക്കണമെന്ന്. രാവിലെ പോകാനൊത്തില്ല. രാവിലെ കാർ എടുക്കാൻ ഇറങ്ങിയപ്പോൾ ഡ്രൈവറിനെ തടഞ്ഞു. എന്നിട്ട് പ്ലാക്കോടൊക്കെ വെച്ചിട്ടൊരു പടമൊക്കെ എടുത്ത് ഇവർക്ക് ഇത്രയേ ഉള്ളൂ, ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കുറെ ഇടാം, അത്രയൊക്കെ അവർ ചിന്തിക്കുന്നു. അതിൽ ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടത് കൊണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹം ഇതുവരെ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, നെടുങ്ങാടപ്പള്ളി CSI സഭയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവർ വലിയ പുങ്കന്മാരും വാട്സാപ്പിലും ഫേസ്ബുക്കിലും പണം വരണം എന്ന മാത്രം താല്പര്യമുള്ളവരുമാണ്. അവർക്ക് ആത്മീയമായ യാതൊരു മേന്മയുമില്ല. അവർ വെറും സ്വാർത്ഥമതികളും സാംസ്കാരികമായ കിരാതന്മാരുമാണ്. അവർ തിരുമനസിൻ്റെ വാതിൽ വന്ന് അടിച്ചു, വാഹനം തടഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു സഭയിലെ ആളുകൾ ബസ് പിടിച്ചു വന്ന് തിരുമനസിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ഈ ഒരു അഭ്യാസം നടത്തണമെങ്കിൽ അവരെത്രമാത്രം സഹിച്ചും സഹി കെട്ടിട്ടുമാണ് എന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നെടുങ്ങാടപ്പള്ളി ആളുകൾ കാണിച്ച അപരാധം എന്താണ്? ഒരു സാറിൻ്റെ കല്യാണം, ഏത് സാറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബിജു സാറിൻ്റെ കല്യാണം, അതിൽ തിരുമനസ് വന്ന് തന്നെ കല്യാണം നടത്തി തരണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. തിരുമനസ് ആ കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാനൊക്കുമോ? അദ്ദേഹത്തിൻ്റെ ആ സങ്കടം എത്ര വലുതാണ്. അപ്പോൾ തിരുമനസ്സില്ലെങ്കിൽ വിവാഹം നടക്കത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരുമനസ്സില്ലാതെ ബിജു സാറ് കെട്ടിയാൽ അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടാകത്തില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ ഇട്ടുമിച്ച് പോകും? ഇത് വെറും പുങ്കത്തരമാണ്. നമ്മുടെ ആളുകളുടെ അല്പത്തരം കൊണ്ടും കൂടാണ്. നമ്മുടെ ആളുകളുടെ ഇപ്രകാരമുള്ള കാഴ്ചപ്പാടിൽ രണ്ട് തരത്തിലുള്ള വിവാഹങ്ങൾ. ഒന്ന് മേന്മേറിയ വിവാഹം, അതിനകത്ത് തിരുമനസ് വന്ന് അവിടെ മെഴുകണം. രണ്ടാമത് സാധാരണ വിവാഹം, അതിൽ അച്ഛനാണെങ്കിലും മതി. ഇങ്ങനെയുള്ള പുങ്കത്തരം കൊണ്ടാണ് തിരുമേനി പറയുകയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുക? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ഒരു കല്യാണമാണ്, തിരുമേനി വന്ന് നടത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യമാണ്. പക്ഷേ ആ ദിവസം നെടുങ്ങാടപ്പള്ളിയിലെ ആളുകൾ ബസ് പിടിച്ച് വന്ന് തിരുമേനിയുടെ
കൊട്ടാരത്തിൻ്റെ വാതിൽ അടിക്കുന്നു, വാഹനം തടയുന്നു, തിരുമേനിയെ വെളിയിലോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾ എങ്ങനെ സഹിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിരുമനസ്സില്ലെങ്കിൽ ഈ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുകയില്ല എന്നാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഒരു വിവാഹത്തിൽ തിരുമേനി സന്നിഹിതനായില്ലെങ്കിൽ ആ വിവാഹം ഏതാണ്ട് പോക്കാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അത്രമാത്രം പൊങ്കത്തരമാണ് എന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുന്നതൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയാതിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മുൻപോട്ട് പോകുന്നത്. മാർഗങ്ങൾ കണ്ടെത്തി ഞാനിവിടെ വന്ന് ഇത് നടത്തുക. ആലോചിച്ച് നോക്കി, നെടുങ്ങാടപ്പള്ളിയിലെ ഒരു കല്യാണത്തിന് ബിഷപ്പ് ചെല്ലേണ്ടത് ചെല്ലാതിരുന്നായിരുന്നെങ്കിൽ ആ പള്ളിയിലെ കല്യാണം നടക്കുന്നവരുടെ മനോവേദന എത്ര വലുതായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ കുടുംബത്തിലെ ഒരു കല്യാണത്തിനായിരുന്നു ബിഷപ്പിനെ ക്ഷണിച്ചിരുന്നത്, വരാനൊക്കാതെ ഏതെങ്കിലും ഒരു പള്ളിക്കാരെ തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ എന്തൊരു വേദനാജനകമായിരിക്കും ആ വീട്ടുകാർക്കല്ലേ. ഇത് തന്നെ ബിജു സാറിനും ഉണ്ടായിരിക്കുന്നത്, ആ കുടുംബത്തിന് മാത്രമല്ല ആ സഭയ്ക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു ദളിത് കോൺഗ്രിഗേഷൻ ആണ് തിരുവഞ്ചൂർ പള്ളി, അവിടുത്തെ ഒരു മെമ്പറാണ് ബിജു കെ ടി സാർ. അതുപോലെ ഇവിടുത്തെ ഇന്ന് കൺഫർമേഷനും ഞാൻ വരാൻ ഒക്കാതെ വേണം തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് വായിക്കുക. ഞാൻ വേറെ മാർഗത്തിലൂടെ ഇവിടെ എത്തിയതുകൊണ്ട് ഇവിടെ വന്ന നിങ്ങളുടെ കൺഫർമേഷൻ നടത്തി. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ടതറിയാം, നമ്മുടെ സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്, അത് നിലനിർത്തണം. നെടുങ്ങാടപ്പള്ളിയെ പോലെ പ്രൗഢതയുള്ള ഒരു ഇടവക, ആഠ്യതയുള്ള ഒരു ഇടവക അവിടെ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത്. വേണം തിരുമേനി, സഭയുടെ പാരമ്പര്യം നിലനിർത്തണം. സഭയെ പറ്റി ഞങ്ങൾക്കൊക്കെ ഏതാണ്ടൊക്കെ അറിവുണ്ട്. കുറച്ചൊക്കെ നീതിബോധവും ദൈവഭയവും മനുഷ്യരോട് സ്നേഹമുള്ള ഇടയന്മാർ ഈ സഭയിൽ ഉണ്ടായിരുന്നു. ഈ ഉള്ളവൻ്റെ വിവാഹം നടത്തിയത് ബെഞ്ചമിൻ തിരുമേനിയാണ്. അദ്ദേഹത്തിന് 92 വയസ്സുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആകെപ്പാടെയുള്ള ദുഃഖമെന്ന് പറയുന്നത് ഈ 92ാമത്തെ വയസ്സിൽ സ്വന്തം കുപ്പായം സ്വന്തം കൈകൊണ്ട് നനച്ച് തേച്ച് ഇട്ടുകൊണ്ട് പള്ളിയിൽ പോകാൻ ഒക്കുന്നില്ല, അതിനുള്ള ആരോഗ്യമില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ആ സ്ഥാനത്തൊക്കെയാണ് കയറിയിരുന്ന് ഈ അഹങ്കാരം കാണിക്കുന്നത്. പാരമ്പര്യം എന്താണെന്ന് അറിയാൻ നോക്കണം ആദ്യം. സ്വന്തം ഇഷ്ടമനുസരിച്ച് താന്തോന്നിത്തരം കാണിക്കുന്നതല്ല CSI സഭയുടെ പാരമ്പര്യം എന്താണെന്ന് ആദ്യം പോയി അന്വേഷിച്ച് പഠിച്ചിട്ട് പിന്നെ ഈ മങ്കി ബാത്ത് പറ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നറിയാമോ? മറ്റു പള്ളിക്കാർക്കും ഇതൊരു മാതൃകയാകരുത്. ആയാലും ഗുണമൊന്നുമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവന് ബിഷപ്പിന്റെ ഹൗസ് വന്ന് അല്ലെങ്കിൽ ബിഷപ്പ് ഓഫീസ് വന്ന് ഉപരോധിച്ചാൽ കാര്യം നടക്കുമെന്ന് തീരുമാനിച്ചാൽ ഇത് തന്നെ സർക്കാർ കാര്യമാണോ? സർക്കാരിലൊക്കെ നടക്കുമായിരിക്കും, സഭയിൽ ഇങ്ങനല്ലല്ലോ പോകേണ്ടത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെന്താ സർക്കാർ കാര്യമാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഒരു ബിഷപ്പിൻ്റെ അധികാരം എന്ന് പറയുന്നത് സർക്കാരിന് ജനങ്ങളുടെ മേലുള്ള അധികാരത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിലുള്ള ഇപ്പം ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്വം ഉള്ളവരായിരിക്കണം. അവർ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഒരു തിരുമേനി എന്ന് പറഞ്ഞാൽ ആരോടും ഒരു കടപ്പാടും വേണ്ട, ആർക്കും അദ്ദേഹത്തോട് ചോദിക്കാനൊക്കത്തില്ല. അദ്ദേഹം ചെയ്യുന്ന തോന്നിയാസത്തിൻ്റെ യുക്തി എന്താണ്, അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണ്, ലക്ഷ്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചോദിക്കുന്നവനെ ഇടിച്ച് ഇരുത്തുക, ഇരിടാവിടെ എന്ന് പറഞ്ഞ് നിശബ്ദനാക്കുക. ഇത് മാത്രമാണ് ഈ വർഗം ചെയ്യുന്നത്. ഇത് സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും എന്താണ് പറയുന്നത്, കിരാതമായ ഒരു അവസ്ഥയാണ്. സർക്കാരിനോട് നിങ്ങൾക്കൊക്കും, അത് ഇങ്ങോട്ട് എന്നോടെടുക്കണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അഹങ്കാരം എവിടെ ചെന്ന് എത്തിയിരിക്കുന്നു. ഇത് ജനായത്ത യുഗത്തിൽ വസിക്കുന്ന ഒരു ജനതയോട് പണ്ട് കിരാതമായ കാലഘട്ടത്തിൽ ചക്രവർത്തിമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ പ്രജകളെ എങ്ങനെയാണ് വട്ടുതട്ടിയത്, അതുപോലെ ഞങ്ങൾ നിങ്ങളെ ഭരിക്കും, ഞങ്ങളോട് ചോദിക്കാൻ നീ ആരാണ് എന്നാണ് ഇദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ലജ്ജാകരം. നിങ്ങളൊരു കാര്യം ചെയ്യണം, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം, മഹായിടവക ഒന്നിച്ച് പോകണം, ഒരു അഡ്മിനിസ്ട്രേഷൻ കൃത്യതയോടെ പോകണം, ഇതെല്ലാം ഉണ്ടാകണം.
നമ്മൾ ഒന്നിനെയും ചർച്ച് പൊളിറ്റിക്സുമായി കാണാൻ കാര്യമില്ല. എല്ലാം കൃത്യതയോടെ പോകണം. അതുകൊണ്ട് ഒത്തിരി പേരോട് പറഞ്ഞ് പോലീസിനെ വിളിക്കാൻ ഞാൻ പറഞ്ഞു. ഇനി ഇതും കൂടെ പറഞ്ഞ് നിർത്താൻ പോകും. നിർത്താൻ പറയുന്നത്, നമ്മളൊന്നും ചർച്ച് പൊളിറ്റിക്സിന്റെ ഭാഗമായി കാണരുത്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്. ഞാൻ നടത്തിയ ചെറിയ അന്വേഷണത്തിൽ മധ്യ കേരള ഡയസിലെ ബിഷപ്സ് ഇലക്ഷൻ ഏറെ താമസിയാതെ നടക്കാനുള്ള സാധ്യതയുണ്ട്. 1-2 വർഷങ്ങൾക്കുള്ളിൽ നടക്കും. അപ്പം അതിൽ പായിക്കാട് അച്ഛനും തിരുവനന്തപുരത്തിരിക്കുന്ന ക്രൈസ്റ്റ് ചർച്ചിലെ ഇപ്പോഴത്തെ ഇൻചാർജായിരിക്കുന്ന അച്ഛനും സ്ഥാനാർത്ഥികളാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് ഓരോ ബിഷപ്പന്മാരും അവർ കസേരയിൽ ഇരുന്നപ്പോൾ ചെയ്ത ചെയ്തികളുടെ ഗുണം കൊണ്ട് അവർക്ക് പിന്നാലെ വരുന്ന ബിഷപ്പുകൾ അവരുടെ അവരുടെ ദാസന്മാരാകണമെന്നും അവർ അധികാരം കൈയാളിയപ്പോൾ എന്തൊക്കെ കാണിച്ചോ അതിനെപ്പറ്റി യാതൊരു ചോദ്യവും ആരും ചോദിക്കാതെ അവരെ സംരക്ഷിച്ചു വെക്കണം, അതിനുതകുന്നവർക്ക് മാത്രമേ അടുത്ത ബിഷപ്പാകാൻ അവസരം ലഭിക്കാവൂ എന്ന കട്ടായം പിടിക്കുന്നവരാണ് മിക്കവാറും എല്ലാ ബിഷപ്പന്മാരും. അല്ലാതെ സത്യസന്ധനായ ഒരു ബിഷപ്പ് ഇദ്ദേഹത്തിന് ശേഷം വന്നാൽ എന്തു സംഭവിക്കുമെന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് കാര്യമായ ശങ്ക ഉണ്ടായിരിക്കണം എന്നതാണ് പൊതുവായ സംസാരം. അതുകൊണ്ട് പായിക്കാട് അച്ഛൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സേവനം ചെയ്യുന്ന നെടുങ്ങാടപ്പള്ളി CSI പള്ളി വളരെ സ്വാധീനമുള്ള പള്ളിയാണ്. അത് മധ്യ കേരള ഡയസസിന്റെ അധികാര കേന്ദ്രങ്ങളോട് അടുത്ത് നിൽക്കുന്നതാണ്. അതേസമയം അദ്ദേഹത്തെ അവിടെ നിന്ന് നാട് കടത്തുന്നത് പോലെ തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ചിൽ കൊണ്ടുവിട്ടാൽ അത് അദ്ദേഹത്തിന് കാര്യമായ ബലഹീനതയുണ്ടാക്കും, അസൗകര്യങ്ങളുണ്ടാക്കും. അവിടെ നിന്ന് ഇപ്പോഴിവിടെ വിരാജമാനായ നാനാൻ അച്ഛനെ അങ്ങോട്ട് വിടർത്തിയാൽ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം കൊടുത്ത് ബിഷപ്പ് ഇലക്ഷൻ സംബന്ധമായ രാഷ്ട്രീയം കളിക്കാനുള്ള എല്ലാ ഉദവികളും ചെയ്തു കൊടുത്താൽ അത് ഈ മൻ കി ബാത്ത് നടത്തുന്ന നമ്മുടെ ഈ മെത്രാന് ആശ്വാസം പകരും എന്നതാണ് ഇതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന പരിഗണനയും പൊളിറ്റിക്സ് പറയരുത് ചെയ്യരുത് എന്ന് മെത്രാൻ പറയുന്നതോട് ഞാൻ പറയാണ്, ഇത് വെറും രാഷ്ട്രീയമാണ് എന്നതാണ് അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല എന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. സത്യം മാത്രം ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യം മറ്റുള്ളവർ, അവിടെയുള്ള ആളുകൾ എന്നെ അറിയിച്ചത് കാര്യം അങ്ങനെ അല്ല എന്നതിന് കാര്യമായ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ ഞാൻ പ്രിയപ്പെട്ട സാബു ചെറിയാൻ മെത്രാനോട് വീണ്ടും അപേക്ഷിക്കുന്നു, ദയവായി ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുക. ഇങ്ങനെ ഒരു പരിഗണനയുണ്ടോ ഇല്ലയോ? അപ്പോൾ താങ്കൾ പറയുന്നത് തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് ചർച്ചിന് ഇപ്പോൾ ചുമതലയുള്ള അച്ഛന് ആ സഭയെ സന്ധിപ്പാനുള്ള കഴിവില്ല, അവിടെ കഴിവുള്ള ഒരുത്തിനെ കൊണ്ടുവരണം, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പച്ചക്കള്ളമാണെന്ന് നിങ്ങൾക്കും അറിയാം, കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. തീർച്ചയായും ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇരിക്കുന്ന അച്ഛൻ അടുത്ത ബിഷപ്പ് ഇലക്ഷൻ കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം തീരെ മൊണ്ണയായിട്ടാണോ അതിൻ്റെ കാൻഡിഡേറ്റ് ആകുന്നത്? അങ്ങനെ ഒരു വ്യക്തിയെ, ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തിയെ അടുത്ത ബിഷപ്പാക്കാനുള്ള ശ്രമം എന്തിനാണ് നടത്തുന്നത്? ഇത് ആരുടെ നന്മയ്ക്ക് വേണ്ടിയും ആരുടെ ഗുണത്തിന് വേണ്ടിയുമാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ജനം വിഡ്ഢികളാണ്, മൊണ്ണകളാണ് എന്ന് ധരിക്കരുത്. അവരുടെ അധ്വാനത്തിന്റെ ഫലം കൈപ്പറ്റിക്കൊണ്ടാണ് ജീവിതത്തിൽ വിയർപ്പ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത തങ്ങളെ പോലുള്ള ആളുകൾ അർമാദിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് ദയവായി തിന്നുന്ന ഉപ്പിൻ്റെ ഗുണമെങ്കിലും നന്ദിയെങ്കിലും കാണിക്കണം. നിങ്ങളെ തീറ്റിപ്പോട്ടുന്ന ജനങ്ങളെ ചവിട്ടി താഴ്ത്തരുത്, അപമാനിക്കരുത്. അവര് ഇപ്രകാരം തെമ്മാടികളാണ് എന്നും യാതൊരു അച്ചടക്കമില്ലാത്തവരാണെന്നും അവർ ഫേസ്ബുക്കിൽ മുഖം കാണിക്കാൻ മാത്രം താല്പര്യമുള്ളവരാണെന്നും അവർ ശുംഭന്മാരാണെന്നും അല്പന്മാരാണെന്നും ഒക്കെ ഒരു സഭയിൽ ആരാധനാ മധ്യത്തിൽ, അത് കൺഫർമേഷൻ സർവീസിന്റെ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറയണമെങ്കിൽ സഭ എന്താണെന്നോ ആരാധന എന്താണെന്നോ കൺഫർമേഷൻ എന്താണെന്നോ യാതൊരു ചിന്തയുമില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ
ഈ അവസരം ഇപ്രകാരം ദുരുപയോഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം സമയത്തിൻ്റെ പരിമിതി മാനിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനിത് എന്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുന്ന ഉത്തമമായ ഒരവസരമാണ്. ഈ മെത്രാന്മാരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന അടിയിരുപ്പുകൾ, മനുഷ്യരെ കാണുന്ന വിധങ്ങൾ, ഇവിടെ അധികാരത്തിൻ്റെ അഹങ്കാരം, ഇതൊക്കെ അല്പമൊന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ്. ഇതിലൊരു മാറ്റം വരണമെങ്കിൽ മഹായിടവകയുടെ ഭരണ രീതിയിൽ തന്നെ സമൂലമായ പരിവർത്തനം വേണം. ഇത് സംബന്ധമായ കൂടുതൽ ചിന്തകൾ ഞാൻ ഇനിയുമുള്ള വീഡിയോകളിൽ കൂടെ അവതരിപ്പിക്കുന്നതാണ്. ഈ വിഷയത്തിൽ താല്പര്യം കാണിച്ചിട്ടുള്ള എല്ലാവരോടും പ്രത്യേകിച്ച് ഈ സംഭവത്തിൽ വളരെയധികം ദുഃഖവും പ്രയാസവും അപമാനവും സഹിച്ചു കഴിയുന്ന നെടുമങ്ങാട് CSI സഭയിലെ എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളോടുമുള്ള എൻ്റെ സ്നേഹ ആദരവുകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.